എനിക്ക് 47 വാർഡുകളിൽ സഞ്ചരിക്കേണ്ടതുണ്ട്. ജില്ലാ പഞ്ചായത്തുണ്ട്, ഏകദേശം 3.5 പഞ്ചായത്തുണ്ട്. ഇവിടെ മുതൽ ഈ ഭാഗം തൊട്ട് മേല വെട്ടിക്കോല, ചക്കുരയ്ക്കല്, വാളകം ഡിവിഷൻ, ഉമ്മന്നൂരിന്റെ വാളകം ഡിവിഷൻ വരെ ഉണ്ട്. എല്ലാവരുടെയും വീടുകളിൽ എത്താൻ സാധിക്കില്ല. അതുകൊണ്ട് ഇതുപോലെ തൊഴിലുറപ്പുകളിലും ജംഗ്ഷനുകളിലുമാണ് നമുക്ക് വോട്ട് ചോദിച്ച് പോകാൻ പറ്റുന്നത്. എല്ലാവരുടെയും വീടുകളിലേക്ക് എത്തിയതായിട്ട് കരുതി വോട്ട് തന്നെ സഹായിക്കണം. ഇപ്പം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന കേന്ദ്ര പദ്ധതി മുതൽ അമ്മമാരുടെ അക്കൗണ്ടിലേക്ക് 6000 രൂപ എത്തുന്നത്, പിന്നെ നമുക്ക് വീട്ടിലെ ഗൃഹനാഥയാക്കി ഓരോ വീട്ടമ്മയും മാറ്റി അവർക്ക് 500 വെച്ച് 1500 രൂപ കേന്ദ്രത്തിൽ നിന്ന് തന്നെ ഇട്ടുകൊടുത്ത് ഓരോരുത്തർക്കും അക്കൗണ്ട് എടുപ്പിച്ച് ഇപ്പം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയുടെ കൂലിയായ 369 രൂപ 100 പണിയുടെ പൈസ നിങ്ങളുടെ അക്കൗണ്ടിൽ വരാനുള്ള അവസരം ഉണ്ടാക്കിയത് വരെ നരേന്ദ്രമോദിയാണ്. കാര്യം ഈ പൈസ നമ്മുടെ അക്കൗണ്ടിൽ വന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് മുഴുവൻ കിട്ടുന്നത്. 1 രൂപ പോലും നിങ്ങളുടെ വേതനം നിങ്ങളുടെ അവകാശമാണെന്നുള്ളത് കൊണ്ടാണ് ഇത് അക്കൗണ്ട് വഴിയേ നിങ്ങൾക്ക് എന്തും ഏത് പൈസയും കിട്ടാവൂ എന്നുള്ളത് കൊണ്ട് കേന്ദ്രം നിങ്ങൾക്ക് 1 രൂപ തരാൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അക്കൗണ്ടിൽ മാത്രമേ എത്തത്തുള്ളൂ. അതിനാണ് അക്കൗണ്ടും ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത് വെപ്പിച്ചിരിക്കുന്നത്. ഇനി ഈ പ്രദേശത്തെ കാര്യം എനിക്കറിയില്ല. എന്റെ വീടിന്റെ പ്രദേശങ്ങളിലെല്ലാം ഏറ്റവും ആവശ്യമുള്ളത് കുടിവെള്ളമായിരുന്നു. നമ്മുടെ വീട്ടുവാതിക്കൽ ഒരു പൈപ്പ് ഇട്ട് തന്നുകൊണ്ട് ജൽജീവൻ മിഷൻ എന്ന പദ്ധതിയിലൂടെ എല്ലാവർക്കും കുടിവെള്ളം. പിന്നെ കേരളത്തിൽ പേര് മാറ്റിയ ലൈഫ് മിഷൻ പദ്ധതി, പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ എല്ലാവർക്കും വീട്. പിന്നെ നിങ്ങൾക്ക് തരുന്ന കിസാൻ സമ്മാൻ നിധിയിലൂടെ 6000 രൂപ, 70 വയസ്സ് കഴിഞ്ഞവർക്ക് വയോബന്ധൻ പദ്ധതിയിലൂടെ 5 ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം. ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത അത്രയും പദ്ധതികൾ അദ്ദേഹം സാധാരണക്കാർക്ക് വേണ്ടി, വീട്ടമ്മമാർക്ക് വേണ്ടി ഏറ്റവും കുടിവെള്ളം, എല്ലായിടത്തും വൈദ്യുതി, എല്ലാവർക്കും വീട് എന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് മനസ്സിലാക്കുക. ഇത്തവണ 5 വർഷം ഇടത്, 5 വർഷം വലത് എന്ന് മാറി മാറി നമ്മൾ ഓരോ പ്രാവശ്യവും അവസരം കൊടുക്കുന്നത് കൊണ്ട് നമ്മളെ ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്ത് അടുത്ത തവണയാവുമ്പോൾ ഇലക്ഷൻ അടുക്കുമ്പോഴത്തേക്ക് വന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്തു തന്ന് 100-200 രൂപ പെൻഷൻ കൂട്ടി എന്തെങ്കിലും ഒന്ന് സോപ്പിട്ട് ആ തവണത്തേക്കുള്ള വോട്ട് ഉറപ്പിക്കുക. അതിനവരങ്ങനെയാ പറയുന്നത്, നമ്മൾ പറയുന്നില്ലെങ്കിലും വോട്ട് ഉറപ്പിക്കുക എന്നാണ് പറയുന്നത്. ആ പ്രക്രിയയിലൂടെ സാധാരണക്കാരെ ചിലരെ ഭീഷണിപ്പെടുത്തിയും അല്ലാത്തവരെ എങ്ങനെയെങ്കിലും ഒക്കെ മയക്കിയും വോട്ട് നേടി വാർഡിലൊരു വികസനവും ഇല്ല. ഇനി ഉഷാ പ്രസാദ് എന്ന് പറഞ്ഞ കമ്മുങ്കോട്, തലച്ചിറ കമ്മുങ്കോട് ഒരു വാർഡുണ്ട്. അന്വേഷിച്ച് നോക്കി അറിയാം നമുക്ക് ആരോടാണ്. ഇപ്പോഴും അവർ മത്സരിക്കുക ഈ വർഷവും. കഴിഞ്ഞ 5 വർഷത്തെ അവരുടെ ആ വാർഡിൽ ചെയ്ത വികസന പദ്ധതിയുടെ രൂപരേഖ തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 36 വീടാണ് ഒരു വാർഡിൽ കൊടുത്തിരിക്കുന്നത്. 36 വീട്. ഇനി വീട് കിട്ടാൻ ആ വാർഡിൽ ആരും തന്നെ ഇല്ല. നമ്മുടെ സ്ഥലത്താണെങ്കിലോ ആദ്യം 1ാമത്തെ ലിസ്റ്റിൽ കിടക്കുന്ന ആള് നമുക്കത്ര പോരാത്ത ആളെങ്കിൽ മെമ്പർ അവരുടെ പേരങ്ങ് വെട്ടും. പിന്നെ അവർ കിടക്കുന്ന ഏറ്റവും അടിയിലാണ്. പിന്നെ അവിടുന്ന് വെട്ടി അവരെ ഈ ഭൂപടത്തിനെ അവരങ്ങ് ഇല്ലാതാക്കിക്കോളൂ. അത് അവർക്കറിയാം എങ്ങനെ ചെയ്യേണ്ടതെന്ന്. എല്ലാവർക്കും വികസനം കിട്ടണമെങ്കിൽ അവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ മെമ്പർമാർ ഒരു അവസരം കൊടുക്കാമല്ലോ. ഇത് എന്തായാലും ആജീവനാന്ത കാലത്തേക്കുള്ളൊരു പ്രക്രിയയല്ല. ഒരു 5 വർഷത്തെ ഒരു എഗ്രിമെന്റ് ആയിട്ട് കരുതുക. ഒരു 5 വർഷം BJPയുടെ ഒരു വാർഡ് മെമ്പർ, ഒരു ബ്ലോക്ക് മെമ്പർ, ഒരു ജില്ലാ പഞ്ചായത്തിലൊന്നും ഭരിച്ചു നോക്കട്ടെ അവരെങ്ങനെയുണ്ടെന്നും. BJPയുടെ ഒരു മെമ്പർ വന്നു കഴിയുമ്പോൾ അവിടുത്തെ വികസനം ഉണ്ട്. ഇപ്പൊ നമ്മള് ക്യാഷ് ഫാക്ടറിയിൽ അടുത്തേനും പറയാൻ പോവേ ഇലക്ഷൻ ആകുമ്പോൾ എല്ലാവരും വരും. ഇലക്ഷൻ ആകുമ്പോൾ വന്ന് ഇതുപോലെ തൊണ്ടുപൊട്ടി വോട്ട് ചോദിക്കും. കഴിഞ്ഞ പ്രാവശ്യം ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥിയായിരുന്നു ഞാൻ. എല്ലാ തവണയും നമ്മൾ വരുവാണ്. എല്ലാ തവണയും നിങ്ങളുടെ മനസ്സ് മാറണം. ഇത്തവണ BJPക്ക് എല്ലാവരും വോട്ട് ചെയ്യണം. കാര്യം ഈ വ്യവസ്ഥിതികളെയും ഇവിടെ നടക്കുന്ന ഈ ദുർഭരണത്തെയും അഴിമതിയെയും മാറ്റിമറിക്കാനുള്ള ഒരേ ഒരു ആയുധം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വോട്ടാണ്. അത് ഇനി പിടിച്ചു പറിച്ചുകൊണ്ട് ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. എനിക്കിപ്പം ഇവിടുന്ന് 2-3 പേരെ പിടിച്ചു പറിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവരും താമരയ്ക്ക് കുത്തിക്കോ എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മുടെ മനസാക്ഷി, അതിനാണ് ഈ വിളിച്ചു പറഞ്ഞുകൊണ്ട് പറയുന്നത് മനസാക്ഷിയുടെ അംഗീകാരം. നമ്മൾ അനൗൺസ്മെന്റ് പറഞ്ഞുകൊണ്ട് കേൾക്കത്തില്ലേ, നിങ്ങളുടെ മനസാക്ഷിയുടെ അംഗീകാരം. ഒരു വിലമതിക്കാൻ പറ്റാത്ത ഒരേ ഒരു ആയുധം നമ്മുടെ വോട്ട്. ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു വോട്ട് ചെയ്യണം, BJPക്ക് വോട്ട് ചെയ്യണമെന്ന് ഭാരതത്തിലുള്ള ഒരാൾ വിചാരിച്ചാൽ അയാൾക്കൊന്നും ചിന്തിക്കാനില്ല. നേരെ പോളിംഗ് സ്റ്റേഷനിൽ പോവുക, താമര ചിഹ്നത്തിൽ കുത്തിയേക്കുക. അതാണ് നമ്മുടെ ചിഹ്നം, താമര ചിഹ്നം. ഭാരതത്തിന്റെ നായകനായ നരേന്ദ്രമോദിജിക്കും നമുക്കും ഒറ്റ ചിഹ്നം. ഒരു വിവേചനമില്ലാതെ, രാഷ്ട്രീയ വിവേചനമില്ലാതെ, മതവിവേചനമില്ലാതെ, ജാതി വിവേചനമില്ലാതെ എല്ലാവരിലും വികസനം. വികസിത കേരളം എന്നാണ് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിന്റെ മുഖ്യമായിട്ടുള്ള നമ്മുടെ ലക്ഷ്യം തന്നെ. ഇത്തവണ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് എല്ലാവരും BJPക്ക് വോട്ട് ചെയ്യണം. താമര ചിഹ്നത്തിനാണ് അവിടെ വില, നിങ്ങളുടെ വോട്ടിനുമാണ് വില. അപ്പോൾ ഇത്തവണത്തെ
ഇലക്ഷനിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന രമ്യശ്രീ സുനിത്തെന്ന എനിക്ക്, ബ്ലോക്ക് ഡിവിഷനിൽ മത്സരിക്കുന്ന പുഷ്പലത ചേച്ചിക്ക്, വാർഡിൻ്റെ സ്ഥാനാർത്ഥിയായ ഷിബുവിന് 3 പേർക്കും ഒരേ ചിഹ്നത്തിൽ വോട്ട് ചെയ്യുക, സഹായിക്കുക. നന്ദി, നമസ്കാരം.